വാർത്തകൾ വിശദമാകുമ്പോൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ യുവാവാണ് ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി അനഘ നരിക്കുനി ചേരുന്നു. അനഘ, എപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്? ഇതിപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധിയാവുകയാണ്, ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായ ചേതോവികാരം? ഞാനിപ്പോ ബുദ്ധിമുട്ടുണ്ടാക്കിയതല്ലേ വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, ഈ ആക്രമണത്തിന് പിന്നിൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, വളരെയധികം അക്രമാസക്തനാവുകയാണ് ഈ രോഗി. എന്താണ് കാരണം? ഭദ്ര, എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ ഈ ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ ഏറെ പ്രാധാന്യത്തോടെ, ഏറെ ഗൗരവത്തോടു കൂടി തന്നെ വേണം ഈ ഒരു വിഷയത്തെ കാണുവാൻ. ഡോക്ടർ ഇർഫാന് നേരെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് ഈ ഡോക്ടർ. അതായത് മുമ്പ് ഡോക്ടറെ മർദ്ദിച്ചത് രോഗിയുടെ ബന്ധു എന്നായിരുന്നു വാർത്തകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ മർദ്ദിച്ചത് ഡോക്ടറുടെ ബന്ധു അല്ല, രോഗി തന്നെയാണ് മർദ്ദിച്ചത്. വട്ടേക്കുന്ന് സ്വദേശിയായിട്ടുള്ള ടോയൽ എന്ന വ്യക്തിയാണ് ഡോക്ടറെ മർദ്ദിച്ചത്. ഈ ഒരു സംഭവം പുലർച്ചെ ഏകദേശം ഒരു 2 മണിയോടടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ഈ ടോയൽ എന്ന വ്യക്തി. എന്നാൽ തന്നെ ചികിത്സിക്കുന്നതിൽ അലംഭാവം ഉണ്ടായെന്നും തനിക്ക് ചികിത്സ വൈകി എന്ന ഈ 2 കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇയാൾ ഡോക്ടർക്ക് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞത്. അതായത് അങ്ങനെയാണ് അയാൾ ഡോക്ടറെ ആക്രമിക്കാൻ പോയത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ എത്തിയതായിരുന്നു ഈ വ്യക്തി. ചികിത്സ വൈകി അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ തനിക്ക് ലഭ്യമാക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നൊരു കാരണമാണ് അയാൾ പറയുന്നത്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അതേസമയം പോലീസ് പറയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടറെ മർദ്ദിച്ച ടോയൽ എന്ന വ്യക്തി മദ്യലഹരിയിലായിരുന്നു. അതാണ് ഇയാൾ ബഹളം വെക്കുകയും ഡോക്ടറെ മർദ്ദിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം, അതായത് ആ ഒരു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ യുവ ഡോക്ടറായിട്ടുള്ള വന്ദന, വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള വന്ദന എന്ന ഡോക്ടറുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സംഭവം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എത്ര നമ്മൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. രാജ്യത്തൊന്നായി അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും ഡോക്ടർമാർ തങ്ങൾക്ക് സുരക്ഷിതമായി സമാധാനത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണം, സമാധാനപരമായി ജോലി ചെയ്യാൻ സാധിക്കണം.
തൊഴിലിടങ്ങളിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ നിരവധി ചർച്ചകളും അതുപോലെ തന്നെ എല്ലാം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഓരോ ദിവസവും അതെല്ലാം ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടർ നടപടികൾ എന്നോണം അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് മാത്രമാണ് പോകുന്നത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ദനയുടെ മരണത്തിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്ന കാര്യമുണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാധിക്കണം, അവർക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം തൊഴിലിടങ്ങളിൽ ഉണ്ടാവണം. ഇത്തരം രീതിയിൽ ഡോക്ടർമാർക്ക് നേരെ കയർക്കുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേരെ കർശനമായ നടപടി സ്വീകരിക്കും. ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ഡോക്ടർമാർ. അപ്പോൾ അവർക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കുകയില്ല. ആരാണ് ഇത്തരത്തിൽ അവർക്ക് നേരെ ആക്രമണം നടത്തുന്നത്, അവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടികൾ ശിക്ഷ സ്വീകരിക്കുമെന്നതൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഈ ഡോക്ടർ ഇർഫാനെ മർദ്ദിച്ചിട്ടുള്ള ഇയാൾ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഈ ഒരു മർദ്ദനത്തിന് കാരണമായത് എന്ന ചോദ്യത്തിന്, എന്തുകൊണ്ടാണ് ഡോക്ടറെ മർദ്ദിക്കുന്നതിലേക്ക് പോയതെന്ന ചോദ്യത്തിന് ഈ മർദ്ദിച്ച ടോയൽ എന്ന വ്യക്തി പറയുന്നത് താൻ പരിക്കേറ്റ് ചികിത്സയ്ക്ക് വേണ്ടി വന്ന ആളാണ്, എന്നാൽ തനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിചരണം ലഭിച്ചില്ല, അല്ലെങ്കിൽ തനിക്ക് ചികിത്സ ലഭിക്കുന്നതിൽ ഡോക്ടറുടെയും ഇവരുടെയും ഭാഗത്തു നിന്ന് ആശുപത്രി ജീവനക്കാരുടെയും ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായി എന്നൊരു കാര്യമാണ് അയാൾ പറയുന്നത്. അതിൽ എത്രത്തോളം അത് ശരിയാണ് എന്ന കാര്യം നമുക്കറിയില്ല. എന്നാൽ അതേസമയം ഡോക്ടർ പറയുന്നത് തന്നെ പ്രകോപനം ഒന്നും കൂടാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു, തന്റെ മുഖത്തടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇയാൾ ഡോക്ടർക്ക് നേരെ ഇയാൾ എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ അതിലേക്ക് ഇയാളെ നയിച്ച കാര്യം എന്താണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഡോക്ടർക്ക് എന്താണ് ഈ വിഷയത്തിൽ, ഡോക്ടർ ഇർഫാൻ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് പ്രതികരണം നടത്തുന്നത് എന്നതെല്ലാം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ ഈ ഒരു സംഭവത്തിൽ നടക്കുന്നത്. ഭദ്ര. അനഘ, അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ സന്ദീപ്, ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ സന്ദീപിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കളമശ്ശേരിയിൽ ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ മദ്യലഹരിയിലായിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ പ്രതിയായിട്ടുള്ള സന്ദീപിന് നേരെ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം അയാൾ മദ്യലഹരിയിലാണ്, അതുപോലെ തന്നെ ലഹരിക്കടിമയാണ്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് സന്ദീപിന് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, അയാൾ മാനസിക പ്രശ്നങ്ങളില്ല എന്നൊരു കാര്യം അന്വേഷണത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ വ്യക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇർഫാന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ പ്രതിയായിട്ടുള്ള ടോയൽ എന്ന വ്യക്തി മദ്യപിച്ചിരുന്നു, അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നൊരു കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ അക്രമാസക്തനായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പ്രകടമാണ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു, ബഹളം വെക്കുകയും അതുപോലെ തന്നെ അക്രമാസക്തനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാന കാരണം ഇയാൾ മദ്യപിച്ചിരുന്നു എന്നൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലഹരിക്കടിമയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അതിന്റെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഡോക്ടറെ മർദ്ദിച്ച ഇർഫാൻ എന്ന് പറയുന്ന ഡോക്ടറെ മർദ്ദിച്ചിട്ടുള്ള ടോയൽ എന്ന വ്യക്തി
അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ടാണ് ബഹളം വെക്കുകയും ഡോക്ടർക്ക് നേരെ അക്രമാസക്തനാവുകയും ചെയ്തൊരു സാഹചര്യത്തിലേക്ക് പോയത്. എന്നാൽ ഇതിൽ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോവാതെ അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ ഒഴിവായി കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതിന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായി. അയാളെ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു മാറ്റുകയും അയാളെ ഈ ഒരു ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇയാളെ പിടിച്ചു മാറ്റുന്ന, കൂടുതൽ ആക്രമാസക്തനാവുന്നതിന് മുൻപ് തന്നെ ഇയാളെ പിടിച്ചു മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി. എന്നാൽ ഡോക്ടർ പറയുന്നത് തന്നെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ ഉറക്കെ, അതായത് വലിയ ബഹളം ഉണ്ടാക്കുകയും മുഖത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ജോയൽ എന്ന വ്യക്തി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പുതിയതായി പറയാൻ കഴിയുന്നത്, ഈ ടോയൽ എന്ന വ്യക്തി മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, തനിക്ക് ചികിത്സ ലഭിക്കാൻ വൈകി, പരിക്ക് പറ്റിയ തന്നെ വേണ്ട രീതിയിൽ തനിക്ക് ചികിത്സ ലഭിച്ചില്ല എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇയാൾ ബഹളം വെക്കുകയായിരുന്നു. എന്നിട്ട് ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ ടോയൽ എന്ന വ്യക്തി മദ്യപിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ഭദ്ര. അനഘ, ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അതായത് ഈ പ്രതി പറയുന്നുണ്ട് ചികിത്സയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ചികിത്സിക്കാൻ വൈകി എന്നൊക്കെ തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതി ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ പ്രതിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആരംഭത്തിൽ പറഞ്ഞിരുന്നത്, അതായത് ഈ ഒരു ഡോക്ടർക്ക് നേരെ മർദ്ദനം ഉണ്ടായി എന്നൊരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഡോക്ടറുടെ ബന്ധുവാണ്, രോഗിയുടെ ബന്ധുവാണ് ഡോക്ടറെ മർദ്ദിച്ചത് എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഡോക്ടർ മർദ്ദിച്ചത് ബന്ധുവല്ല, ഈ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള, അതായത് പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ടോയൽ എന്ന വ്യക്തിയാണ് മർദ്ദിച്ചത് എന്നത് പിന്നീടാണ് മനസ്സിലായത്. അതായത് ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ പറയുന്നത്, ഡോക്ടറുടെ ഭാഗം ഇങ്ങനെയാണ്, തന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ രോഗിയെ അക്രമാസക്തനാക്കുന്ന രീതിയിലേക്ക് താൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചികിത്സ വൈകിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിയുന്നതും വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പ്രതി, അതായത് ഈ ജോയൽ എന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറിയത് അല്ലെങ്കിൽ തന്നെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് തനിക്ക് അറിയില്ല എന്നൊരു കാര്യമാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഡോക്ടറുടെ ഭാഗം പറയുന്നത് ഈ രീതിയിലാണ്. എന്നാൽ അതേസമയം ഈ ടോയൽ എന്ന വ്യക്തി, അതായത് ഡോക്ടറെ മർദ്ദിച്ച ടോയൽ എന്ന വ്യക്തി പറയുന്നത്, താൻ ഡോക്ടറെ മർദ്ദിക്കുവാനുള്ള കാരണം താൻ പരിക്ക് പറ്റി വന്ന ഒരാളാണ്, പെട്ടെന്ന് ചികിത്സ ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് താൻ ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അത് തനിക്ക് ലഭിച്ചില്ല, അത് തന്നെ ചൊടിപ്പിച്ചു, അതുകൊണ്ടാണ് തനിക്ക് അക്രമാസക്തനാവേണ്ടി വന്നത്, ഡോക്ടറെ മർദ്ദിക്കേണ്ടി വന്നതെന്നാണ് ഇയാളുടെ വാദം. ബന്ധുക്കൾ ആരും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ പുറത്ത് രംഗത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഡോക്ടറുടെ ഭാഗവും കേട്ടുകൊണ്ട്, ഇയാൾ പ്രതിയുടെ ഭാഗവും കേട്ടുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നത് വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അടിക്കടി ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാവുന്ന, സംസ്ഥാനത്ത് അടിക്കടി ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് നമ്മളിപ്പം ഇത് ഏറ്റവും അവസാനം വന്ദനയുടെ യുവ ഡോക്ടറായിട്ടുള്ള, വെറും 23 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൊരു യുവ ഡോക്ടറുടെ മരണത്തിലേക്ക് ഉൾപ്പെടെ, കൊലപാതകത്തിലേക്ക് ഉൾപ്പെടെ നയിച്ചൊരു സംഭവം എന്ന സ്ഥിതിക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി, ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വിഷയത്തെ കാണേണ്ടത്. തൊഴിലിടങ്ങളിൽ തങ്ങൾ സുരക്ഷിതരല്ല, തങ്ങൾക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പെൺകുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ
രാത്രികാലങ്ങളിൽ ഡ്യൂട്ടിക്കുള്ള സാഹചര്യങ്ങളിൽ തങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായി ജോലി ചെയ്യുക, തങ്ങൾക്ക് മുൻപിൽ വരുന്ന ആളുകളെ ആദ്യം പേഷ്യന്റ് എന്നാണ് പരിഗണിക്കുന്നത്, അല്ലാതെ അവരെ ഒരു പ്രതി എന്ന രീതിയിലല്ല തങ്ങൾ കാണുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡോക്ടർമാർ ഈ ഒരു വിഷയത്തിൽ, അതായത് വന്ദനയുടെ മരണത്തിന് പിന്നാലെ ഡോക്ടർമാർ തങ്ങളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ നമുക്കറിയാം, വന്ദനയുടെ മരണത്തിന് മുന്നേയായി നടന്നൊരു വിഷയമായിരുന്നു കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനം. അങ്ങനെ ഓരോ സംഭവങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിലും ഡോക്ടർമാർക്ക് നേരെ ഉള്ള ഈ ഒരു മർദ്ദനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയം കൂടിയാണിത്. അപ്പം തങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഡോക്ടർമാർ വീണ്ടും വീണ്ടും നേരിടേണ്ടി വരുന്നത്. എന്തു തന്നെയായാലും ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇർഫാന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മർദ്ദനം അതീവ ഗൗരവത്തോടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇത് പരിശോധിക്കുന്നത്. എന്താണ് പ്രതി ഡോക്ടർ ഇർഫാനെ മർദ്ദിക്കുവാനുണ്ടായ എന്താണ് പ്രതിയായിട്ടുള്ള ടോയൽ ഡോക്ടർ ഇർഫാനെ മർദ്ദിക്കുവാനുണ്ടായതിലേക്ക് നയിച്ചിട്ടുള്ള കാരണം, ഇതിൽ ഇയാൾ പറയുന്നത് പോലെ ചികിത്സ കൊടുക്കുന്നതിൽ പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ ചികിത്സ കൊടുക്കാൻ വൈകിയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുക. ഭദ്ര. വ്യക്തമാണ് അനഘ. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ് ചികിത്സയ്ക്ക് എത്തിയ യുവാവാണ് ഡോക്ടറെ മർദ്ദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. വട്ടേക്കുന്ന് സ്വദേശി ഡോയിലിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോവുകയാണ്.